ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ സീലിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെയൊക്കെ സീലിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സീലിംഗിൽ ഉപയോഗിക്കുന്ന പാനൽ ലൈറ്റ്സ് അല്ലെങ്കിൽ സീലിംഗ് ലൈറ്റ്സിനെ കുറിച്ചിട്ടാണ്. 3 വാട്ടുണ്ട് 6 വാട്ടുമാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഡ്യൂട്ടൺ എന്ന് പറയുന്ന കമ്പനിയുടെയാണ് നമ്മൾ ഇപ്പോൾ കാണിക്കുന്നത്. അത് ജർമ്മൻ കമ്പനിയാണ്. അത് ബേസ് ജർമ്മൻ കമ്പനി. ലൂക്കറൊക്കെ പോലെ തന്നെ സെയിം വരുന്ന ഒരേ ക്വാളിറ്റി വരുന്ന പ്രൊഡക്ട്സ് ആണ്. 2 ഇയർ വാറൻറ്റി കമ്പനി പറയുന്നുണ്ട്. അതുപോലെ തന്നെ 3 ടൈപ്പ് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. വാം വൈറ്റ്, ന്യൂട്രൽ വൈറ്റ് അങ്ങനെ കറക്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. WW എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാം വൈറ്റ്, WH എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ എല്ലാം കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. WH എന്ന് പറഞ്ഞാൽ വൈറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. NH എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ന്യൂട്രൽ വൈറ്റ് ആണ്. പിന്നെ അതിൻ്റെ MRP ഞാൻ നേരത്തെ കാണിച്ച പോലെ 490 6 വാട്ടിൻ്റെ വരുന്നത്. എന്തായാലും അതിനേക്കാൾ കുറച്ച് നമുക്ക് MRPയിലാണെങ്കിൽ കുറച്ച് നമുക്ക് എന്തായാലും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ്. ഇത് 3 വാട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ 2 ഇയർ വാറൻറ്റി ഉണ്ട്. അതുപോലെ തന്നെ കണ്ടോ WW എന്നുണ്ടോ, വാം വൈറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് പിന്നെ അതിൻ്റെ MRP ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. കണ്ടാൽ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ഏകദേശം 300 ആ റേഞ്ച് വരുന്ന പ്രൊഡക്ട്സ് ആണ്. മറ്റേത് 490 വരുന്നുണ്ട്. ഏകദേശം ഇത് 300 സംതിങ് ആണ് വരുന്നത്. എന്തായാലും അതിനെ കുറച്ച് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയി കിട്ടുന്നതാണ്. പിന്നെ സ്ക്വയർ ടൈപ്പ് വരുന്നുണ്ട്, റൗണ്ട് ടൈപ്പ് വരുന്നുണ്ട്. 2 ടൈപ്പ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാം വൈറ്റ്. അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ റൂമിൻ്റെ അകത്തും അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഇതെല്ലാം തന്നെ റൂമിൻ്റെ അകത്തല്ല, ഇതുപോലെ സീലിംഗ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ലിവിങ് ഏരിയയിലും അതായത് ഡൈനിങ് ഏരിയയിലുമാണ്. ഡൈനിങ് ഏരിയയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ എപ്പോഴും കാണാൻ ഭംഗിയാണ് കൂടുതൽ ഉദ്ദേശിക്കുന്നത്. വാം വൈറ്റ് ആണ് നമുക്ക് കൊടുക്കുന്നത് ഏറ്റവും. അതായത് പണ്ടത്തെ ബൾബിൻ്റെയൊക്കെ കളറില്ലേ, ആ ഒരു കളറ് നമുക്ക് എപ്പോഴും കിട്ടും. ചെറിയൊരു മഞ്ഞ കളർന്ന ലൈറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. അത് വാം വൈറ്റ് വരുന്നത്. വൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ റൂമുകളിലൊക്കെ വേണമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് വെളിച്ചം ആവശ്യമുള്ളതുകൊണ്ട് വൈറ്റ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ വീടിൻ്റെ പുറമേയൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ വാം വൈറ്റ് തന്നെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാണാൻ നല്ല ഭംഗിയായിരിക്കും. കാരണം നമ്മുടെ സ്ട്രക്ചറൽ വർക്കും അതുപോലെ തന്നെ ഗ്ലാഡിങ്സും അതുപോലെ തന്നെ ടൈലിൻ്റെ വർക്കുകളും പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വാം വൈറ്റ് രാത്രി നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അത് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇത് ചെയ്തിരിക്കുന്നത് സീലിങ്ങിൻ്റെ വർക്കാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ രണ്ടും കൂടി മിക്സ് ചെയ്ത് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് നമുക്ക് ചെയ്യാം. സെൻറ്ററിൽ ഇവിടെ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ 4 കട്ടകളിൽ കാണുന്നുണ്ട്. ആ 4 സ്ക്വയർ കാണുന്നതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് വാം വൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് 3 വാട്ടിൻ്റെ. പിന്നെ പുറമേ എല്ലാം കൊടുത്തിരിക്കുന്നത് 6 വാട്ടിൻ്റെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ സാധാ വൈറ്റ്, നോർമൽ വൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് ന്യൂട്രൽ വൈറ്റ് കൂടി വരുന്നുണ്ട്. ന്യൂട്രൽ വൈറ്റ് നമുക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ അതിൻ്റെ ആ സീലിങ്ങിൻ്റെ ഉള്ളിൽ നമ്മുടെ LED സ്ട്രിപ്പ് കൂടി കൊടുത്തിട്ടുണ്ട്. LED സ്ട്രിപ്പ് വാം വൈറ്റ് ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമുക്ക് കൊടുക്കാൻ നല്ലത് ഏറ്റവും നല്ലത് കാണാനും നല്ല ഭംഗിയുള്ള ലൈറ്റ് വാം വൈറ്റ് ആണ്. വാം വൈറ്റും അതുപോലെ തന്നെ LED സ്ട്രിപ്പിൻ്റെ വാം വൈറ്റ് ആണെങ്കിൽ ബെറ്റർ ആയിരിക്കും. പിന്നെ ഓൾറെഡി നമുക്കിപ്പോൾ പല കളറുകളിൽ അവൈലബിൾ ആയിട്ടുള്ള RGB സിസ്റ്റം വരുന്നുണ്ട്. LED സ്ട്രിപ്പുകളിലൊക്കെ RGB സിസ്റ്റം വരുന്നുണ്ട്. അതേ രീതിയിൽ തന്നെ നമ്മുടെ ഈ പാനൽ ലൈറ്റ്സിനും റിമോട്ടുള്ള ടൈപ്പും അതുപോലെ തന്നെ RGB സിസ്റ്റവും വരുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.